വനിതയില് എന്തോ പ്രശ്നമായിട്ട് സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരെ കഷ്ടപ്പെടാം. പക്ഷെ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് പറയുന്നില്ല. പക്ഷെ നമ്മുടെ റീൽസ് ഇഷ്ടപ്പെടാത്തവർ കാണണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ നിങ്ങളാന്ന് പറയുന്ന ഒരുപാട് പേര് തന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇഷ്ടപ്പെടാത്തവർ കാണണമെന്ന് അത്രേ പറയാറുള്ളൂ. കാരണം ഒരുപാട് തിയേറ്റർ കോമ്പൗണ്ട് കൊച്ചിയിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പോലീസുകാർ വിളിച്ചപ്പോൾ പറഞ്ഞത് വനിതയിൽ നിങ്ങൾ പോകണ്ട, വേറെ ഏതെങ്കിലും തിയേറ്ററിലുണ്ടല്ലോ അവിടെ പോയി നിങ്ങൾ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണെന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്തിട്ടാ പോകുന്നു. അപ്പൊ അഭിലാഷാട്ടത്തിന് എന്നെ പിടി തള്ളിട്ട് അറിഞ്ഞില്ലേ, ആ തിയേറ്ററിൽ വെച്ചിട്ട് എന്നെ പുള്ളിനെ പിടിച്ച് തള്ളി കാര്യം ഞങ്ങൾ വേണമെങ്കിൽ കേസ് കൊടുക്കുക. കാര്യം ഞങ്ങൾ അവിടുത്തെ ഡയറക്ടർ നേരിട്ട് വിളിച്ചിട്ട് വന്നതാ, ഫ്രീ ഷോയ്ക്ക് വന്നതാ. ആട്ടത്തിന് ഞാനാ വിളിച്ചത്. അപ്പൊ ഫ്രീ ഷോയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രമോഷനിൽ വിളിച്ചിട്ടുണ്ടായി. പുള്ളി വനിതാ തിയേറ്റർ വെച്ചിട്ട് എന്നെ ആട്ടായത്തിന് നെഞ്ചത്ത് പിടിച്ച് തള്ളിയിട്ടാണ് ഇറങ്ങി പോടാന്ന് പറഞ്ഞ് തള്ളിയിട്ടത്. അപ്പൊ അത് ഭയങ്കര സങ്കടമായി. പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ സ്ഥാപനമാണ്. പക്ഷേ തിയേറ്ററിൽ എല്ലാവർക്കും വരാം. പിന്നെ വേറെ കാര്യമുണ്ട്, തിയേറ്ററിനോട് പറയുന്നത് വനിതാ തിയേറ്ററിലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റാറ്. ഒരു പെട്ടെന്നൊരു യൂറിൻ പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ നമ്മൾ പോയി വനിതാ തിയേറ്ററിൽ പോയിട്ട് സാധിക്കും. അത് നമ്മളൊരു പ്രൈവസിയാണ്. കാരണം പബ്ലിക് പ്ലേസ് ആണ്, അവിടെ കയറാൻ പാടില്ല എന്നൊരു ഒരിക്കലും പറയാൻ പറ്റില്ല. റിവ്യൂ വേണമെങ്കിൽ തടയാൻ പറ്റും. ഇതുപോലത്തെ ഒന്നും രണ്ടും ചെയ്യാൻ വേണ്ടി സ്ഥലമില്ലെങ്കിൽ ഒരു ബാത്റൂം നമ്മൾ മുതലാളി പറഞ്ഞത് പിന്നെ നമുക്ക് പാടില്ലല്ലോ. പിന്നെ നമുക്ക് പ്രേക്ഷകർ നമ്മോട് പറയാറുണ്ട് റിവ്യൂ വേണമെന്ന്. പക്ഷെ കാരണമുണ്ട്. കാരണം ഇപ്പൊ ഈ മാർച്ച് ഇറങ്ങുന്ന പല പടങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല പലരും. പക്ഷേ ഇപ്പോൾ എമ്പുരാണെന്ന സിനിമ, ലാലേട്ടൻ്റെ പൃഥ്വിരാജിൻ്റെ സിനിമ പലരും എന്നോട് റിവ്യൂ പറയണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം എന്തായാലും വേറെ പത്മാഷേണൈസ് കവിത തിയേറ്ററുണ്ട് പോയിട്ട് നമ്മൾ പടം കണ്ടിട്ട് മീഡിയാസിനെ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ റിവ്യൂ കൊടുക്കും. കാരണം അത് വാശിയല്ല, മറ്റുള്ളവർക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബൈറ്റ് കൊടുക്കുന്നതാണ്. അതാർക്ക് നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. എത്ര വിലക്ക് വന്നാലും നമ്മുടെ കൂടെ ഓൺലൈൻ മീഡിയ ഉള്ളിടത്തോളം കാലം നമ്മൾ നിൽക്കും. നമ്മൾ അല്ലാണ്ട് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് എൻ്റെ ചാനൽ വഴിയൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണ ഫംഗ്ഷനാണെങ്കിലും ഇനാഗ്രേഷനാണെങ്കിലും വരുന്നുണ്ട്. പിന്നെ എനിക്ക് അവാർഡ് വരുന്നുണ്ട്. അറിഞ്ഞാൽ അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ റിവ്യൂ. അപ്പൊ അതിനെ ബന്ധപ്പെട്ട് 2024 ബെസ്റ്റ് റിവ്യൂവർ എന്ന രീതിയിൽ ഇനി എന്താണ് ഭാവി പരിപാടി? ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് പേപ്പറിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മനോരമ പേപ്പറിൽ. അപ്പൊ ഞായറാഴ്ച സപ്ലിമെന്ററിൽ വരും. അപ്പൊ എന്തായാലും ഒരുപാട് പേര് ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുപാട് ബ്രോക്കർമാരെ നേരിട്ട് പോയി കാണുന്നത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴിയും നമ്മള് ഒരു ഇനി എന്തായാലും ചെറിയ കളികളല്ല, കല്യാണത്തിനുള്ള വലിയ കളികളാണ്. കാരണം ഇനി വലിയ വലിയ ബാനർ കെട്ടിയിട്ടാണെങ്കിലും നമ്മൾ പരസ്യം ചെയ്തിട്ടാണെങ്കിലും കല്യാണം കഴിച്ചിരിക്കും. പിന്നെ കേരളത്തിൽ നിന്ന് കെട്ടിയില്ലെങ്കിൽ തമിഴ്നാട്, ബാംഗ്ലൂർ അങ്ങനെ എല്ലായിടത്തുനിന്നും പോയിട്ട് അന്വേഷിച്ചിട്ടാണെങ്കിൽ പെണ്ണ് കെട്ടിയിരിക്കും. കാരണം നമ്മൾ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെണ്ണ് വരും. കാരണം നമുക്ക് ഇന്ന് എനിക്ക് ഒരു ദിവസം വരുമാനം എന്ന് പറഞ്ഞാൽ 5000 മുതൽ 10,000 വരെ ഒരു ദിവസം കിട്ടുന്നുണ്ട്. അത് മതി ശരാശരി മലയാളിക്ക് ജീവിക്കാനായിട്ട്. ജസ്റ്റ് എൻജോയ്മെന്റ് ആ പൈസക്ക് മതിയെന്ന് എനിക്ക് തോന്നണം, അല്ലേ? ഈ പേപ്പറിൽ പരസ്യം കൊടുത്തത് വീട്ടുകാരൊക്കെ അറിഞ്ഞോ? നമ്മളോട് പറഞ്ഞിരുന്നു. എന്റെ പൈസ ഞാൻ കൊടുത്തത് ഞാനാണ്. വിഷ്ണുവാണ്. കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടിയില്ലെങ്കിലേ തമിഴ്നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുമ്പോ മുത്തശ്ശി വല്ലതും പറയും. മുത്തച്ഛിയാണ് കെട്ടുന്നത്. ഞാനല്ലേ കെട്ടി മക്കളെ ജനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് മുത്തച്ഛി എന്ത് ചെയ്യാ? അല്ല, മുത്തശ്ശി പറയൂലേ. മുത്തച്ഛിയല്ലേ ഇവരെ കുത്താൻ വന്നത് ഓടിച്ചിട്ട്. കത്തിക്ക് വെട്ട ഇന്നലെ ഭാഗ്യത്തിനാണ് ഇവന്റെ ഇവിടെ വരെ കത്തി പോയി. ഇങ്ങനെ വലിച്ചിണ്ടാ പോയത്. അഗ്നസ് പരേര എന്ന് പറഞ്ഞ അമ്മമ്മയാണ് മറ്റേ വെട്ടാൻ വന്നത്. കാരണം ഒരു കാര്യമില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇവന് ഒറ്റക്ക താമസിക്കുകയെന്ന് പറഞ്ഞ അമ്മമ്മയാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് ഒരു സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ അത് പറഞ്ഞപ്പോ കണ്ടവടം തുടങ്ങി നിൽക്കണമെന്ന് എന്റെ വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. കറക്റ്റല്ലേ പറഞ്ഞത് അമ്മൂമ്മ? കറക്റ്റല്ല, സിനിമയ്ക്ക് വേണ്ടി മാറി നിൽക്കുവാനല്ല. അവരെ മനസ്സിൽ അവർ സിനിമയ്ക്ക് വേണ്ടിട്ട് ജീവിതം വെറുതെ അങ്ങനെ ഒരുപാട് പേര്. അല്ല, അവരെ അത്യാവശ്യം ഫേസ് കാണിച്ചുള്ള അഭിനയിക്കുന്നുണ്ടല്ലോ. ഫേസ് കാണിച്ച് മുഖം വരാത്ത എന്തോരം പേരുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവൻ ലക്കിയാണ്, ലക്കി സ്റ്റാർ എന്ന് പറയാം മലയാളത്തില്. ഇപ്പൊ മറ്റേ തയ്യൽ മിഷൻ എന്ന സിനിമയൊക്കെ വരുമ്പോ ഇവന്റെയൊക്കെ ഹൈപ്പ് വേറെ ലെവലായി മാറും. കാരണം ഇവന് തുരുതുര ഫോണാണ് വിളിക്കുന്നത്. വിളിക്കുന്ന സന്തോഷമൊക്കെ വിളിക്കുന്നത്. അമ്മൂമ്മ പണ്ടേ പ്രശ്നമുള്ള. കാരണം അമ്മൂമ്മക്ക് പണ്ട് അമ്മൂമ്മയുടെ അച്ഛൻ ലിയോൺസ് പെരേര എഴുതി കൊടുത്തതാ അമ്മൂമ്മക്ക്.
മറ്റേ വിധവയായപ്പ. അപ്പൊ കാലക്രമേണ അപ്പനെല്ലാം എഴുതി കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അത് തിരിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പറയുകയാണ് പേടിപ്പിക്കല്. കാരണം എനിക്ക് സ്വത്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. കാരണം ഇപ്പോൾ ഒരു പണിക്കും പോകാത്ത ആൾക്കാർക്ക് സ്വത്തിൻ്റെ അവകാശം പറയാൻ എന്താ അവകാശം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള റേഷൻ കാർഡിൽ എൻ്റെ അനിയത്തി ആൻമരിയുടെയും അലിൻ ജോസിൻ്റെയും പേര് റേഷൻ കാർഡിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കോടതി വഴി വാദിക്കാൻ പറ്റും.